സമയത്ത് നമ്മൾ അത് മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത ഏതൊരു വ്യക്തിക്കും ഒരു എനർജി കൊണ്ട് വരാനുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അത് വേറൊരു വാക്ക് പറയുമ്പോൾ ഇല്ലാത്തൊരു ഊർജം നമുക്ക് വരുന്നുണ്ട് അല്ലേ? നമുക്ക് അതിലേക്ക് വരാം. എൻ്റെ പേര് അനുരൂപ വിനോദ്. രേഷ്മ മാം എന്നെ പരിചയപ്പെടുത്തി. ഒരു ടീച്ചറായിരുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. ഇപ്പോൾ RCMലും ടീച്ചിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ പുതുതായിട്ട് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ടീച്ചിങ്. അപ്പോൾ ആയിരുന്നു പാസ്റ്റ് പറയുന്നത് തെറ്റാണ് ശരിക്കും. പക്ഷെ അങ്ങനെയല്ല, കൊച്ചുകുട്ടികളെ സ്കൂളിൽ വെറുതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്നല്ല, വേറെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ലോകത്തെ കാണുകയാണ് RCMലൂടെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആദ്യമായിട്ട് എങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് RCM കയറി വന്നതെന്ന് നിങ്ങളോട് പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ലേറ്റ് സ്റ്റാർ എമറാൾഡ് നാരായണൻ സാറാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് 3 അക്ഷരം എത്തിക്കുന്നത്. ആദ്യമായിട്ട് ഒരു ചായപ്പൊടിയായിട്ട് ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരാൾ വീട്ടിൽ വന്ന് കോളിംബെൽ അടിക്കുകയാണ്. ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വിനോദ് സാറ് മിംസ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് ഒരാളെ കണ്ടിട്ട് ചായപ്പൊടി പിടിച്ച് നിൽക്കുന്ന ആളെ അയ്യോ വേണ്ട 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 എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പം എന്നോട് പറയുകയാണ് ഇങ്ങോട്ട്, RCM കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ ഇയാൾ പറയുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വന്നത്. അപ്പം എന്നോട് പറഞ്ഞു RCM എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലുള്ള പ്രൊഡക്റ്റാണിത്, ഇതൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഘോരമായിട്ട് വളരെ എനർജിക്കായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ഞാനൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുകയുണ്ടായി. പക്ഷെ വളരെ നിസ്സാരമായിട്ട് ഞാൻ നോ പറഞ്ഞ് തിരിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇപ്പോഴാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണീര് വെള്ളം വരും. സാറ് ഞങ്ങൾക്കിപ്പോൾ ദൈവമാണ്. കാരണം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ഹസ്ബൻഡ് വിനോദ് സാറ് നാരായണൻ സാറ് പറഞ്ഞത് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുകയും സാറ് പറഞ്ഞ സ്ഥലത്തേക്ക് മീറ്റിങ്ങിന് ചെല്ലുകയും ചെയ്തതോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതം മാറി മറിയുന്നത്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയായാൽ പോലും ലൈഫിൽ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ നമ്മൾ കാണിക്കുന്ന മനസ്സാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളത്. ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ RCM ഏറ്റെടുത്ത് വിനോദ് സാറ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല മീറ്റിങ്ങുകൾക്കും ഈ ജോലിയിൽ നിന്ന് ലീവൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടികൾക്കും വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കാനൊന്നും മനസ്സ് കാണിക്കാതെ ഇതിനെന്തിനാണ് പോകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്തു. പതുക്കെ RCM ഫാമിലിയായി ഞങ്ങളിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കി കാണുകയായിരുന്നു. ഓരോ പ്രൊഡക്റ്റും ഇഷ്ടപ്പെട്ടെങ്കിലും സാർ അതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വലിയ ഗുണമൊന്നുമില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്കറിയാം, പീരീഡ്സ് ടൈമിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദിവസങ്ങളുണ്ട്. അതിൽ നിന്നും ഒരു മോചനം RCM ന്യൂട്രിചാർജ് വുമണിലൂടെ കിട്ടിയപ്പോൾ അത് സമ്മതിക്കാനുള്ള ഒരു മനസ്സെനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ഇത്രയധികം റിലീഫ് കിട്ടുമോ? സത്യം പറഞ്ഞാൽ എൻ്റെ വിചാരം ലേഡീസ് അനുഭവിക്കേണ്ട ഒരു സംഗതിയാണ് ഇത്. 7 days 7 ദിവസം ലേഡീസിന് പുരുഷന്മാരെ പോലെയല്ല. ഈ ഒരു പ്രോസസ്സിൻ്റെ സമയത്ത് ലേഡീസ് അനുഭവിക്കേണ്ടതാണ്, ഇത് അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. ഇത് ശരീരത്തിൽ നടക്കുന്ന ഒരു കോമൺ ആയ ഒരു പ്രോസസ്സാണെന്നും അതിനോടനുബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല, വൈറ്റമിൻസും മിനറൽസും കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതും എന്നുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ 13 വൈറ്റമിൻസും 6 ബൊട്ടാണിക്കൽസും അടങ്ങിയിട്ട് എല്ലാവിധ ഔഷധികളും അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു റിലീഫ് എനിക്ക് വലിയ തിരിച്ചറിവായിരുന്നു. ഇങ്ങനെ ഹോം മീറ്റിങ്ങുകൾ വീട്ടിൽ നിന്നും ഒക്കെ നടത്തുന്ന സമയത്ത് പിന്നെ എൻ്റെ മനസ്സിൽ നിന്നും വരാൻ തുടങ്ങിയ വാക്കുകൾ പല സ്ത്രീകൾക്കും വെളിച്ചമായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഇങ്ങനെ എല്ലാവരെയും കണ്ടപ്പോൾ വലിയ ആവേശമാണ് മനസ്സിൽ നിന്ന് വരുന്നത്. ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, ഇവിടെ PSCക്ക് പോയ ആരെങ്കിലും ഉണ്ടോ? പോയിട്ടുണ്ട്. PSCക്ക് പോയിട്ട് ജോലി വാങ്ങിച്ച ആളുകളുണ്ടോ? ഇല്ല. ഞാൻ പോയിരുന്നു അല്ലേ? ആദ്യമായിട്ട് RCM മീറ്റിങ്ങിൽ വരുന്ന ആളുകളുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ PSCയുടെ കാര്യം ഞാൻ ചോദിക്കാൻ കാരണം, സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുക ഈ വൈറ്റ് കോളർ ജോബാണ്. ആളുകളോട് പറയാൻ എത്രയാണ് വരുമാനം എന്നുള്ളതൊരു വിഷയമല്ല, എനിക്ക് ജോലിയുണ്ട് എന്ന് പറയാൻ ഒരു അഹങ്കാരവും ഒരു അഭിമാനമൊക്കെയാണ്.
അങ്ങനെ വിചാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഒരുപാട് കാലം ഞാൻ PSCക്ക് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇന്ത്യയെ മൊത്തം പഠിച്ചു. പക്ഷെ എന്താണ് ജീവിതമെന്നും ജീവിതം ഫ്രീ ആയിട്ട് നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് RCMൽ വന്നപ്പോഴാണ്. പക്ഷെ ഞാൻ ചെറുതായിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്തു. എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ RCM പ്രൊഡക്ട്സ് കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് കൂടെ ഇരിക്കുന്ന ആളുകൾക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ് ആക്ച്വലി. പക്ഷേ വളരെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. ഓ, നീ PSC പഠിക്കാൻ വരുമ്പോൾ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വരികയാണോ എന്നുള്ളൊരു ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനത് സെയിൽ ചെയ്തു. കാരണം MRP DP ഡിഫറൻസിൽ എനിക്കൊരു പോക്കറ്റ് മണി തടയും, അതെനിക്ക് സുഖമായിട്ട് ഫീസ് അടയ്ക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ PSC. അങ്ങനെയാണ് ഞാനത് സെയിലിലേക്ക് ഇറങ്ങുന്നത്. അത് പിന്നെ യാതൊരു മടിയുമില്ലാതെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു. നമ്മൾ ആരെ കണ്ടാലും RCM പറയുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതൊരു മോശമായിട്ട് നമ്മളോട് പറഞ്ഞ ആളുകളുണ്ടാവും. നീ ഇത്രയും പഠിച്ചിട്ടില്ലേ, അപ്പോഴൊന്നും നമ്മൾ ബെസ്റ്റ് ആവാൻ പാടില്ല എന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം. നിങ്ങൾ അതുപോലെ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് മേമൊക്കെ തല കുലുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഞാനങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ വീടിന് അടുത്തുള്ള ആളുകളൊക്കെ ചോദിക്കും, എന്താണ് ഈ പ്രൊഡക്റ്റിന് ഇത്ര പ്രത്യേകത? ഞാൻ പറഞ്ഞു, RCMൽ വന്നതിന് ശേഷം ആണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു വേദി എനിക്ക് കിട്ടിയത്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പ്രൊഡക്റ്റ് എടുത്താൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുമോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട്? ഒരിക്കലും ഇല്ല. നമ്മൾ വാങ്ങിച്ച ആ പ്രൊഡക്റ്റ് എന്താണോ നോക്കി, വില ഒന്ന് നോക്കി നമ്മൾ എടുത്ത്, എനിക്ക് തോന്നുന്നു വില പോലും നോക്കാറില്ല, പരസ്യത്തിൽ കണ്ട ആ ഒരു ചിന്തയായിരിക്കും നമ്മളുള്ളത്. പക്ഷെ നമ്മുടെ RCMന്റെ പ്രധാന പ്രത്യേകത, നമ്മളാണ് RCMൽ സെലിബ്രിറ്റീസ് അല്ലേ? വേറെ സെലിബ്രിറ്റികളാണ് നമ്മുടെ മനസ്സിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത്. ഐശ്വര്യ റോയും നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെ സെലിബ്രിറ്റീസ് പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മളാണ് സെലിബ്രിറ്റീസ്. നമുക്ക് ആ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പാഷൻ ഉള്ള ആളുകളായിരിക്കും അല്ലേ? ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലൂടെ നടക്കുന്ന സമയത്ത് ആ പാഷനൊക്കെ ഒഴിവാക്കുകയാണ്, മനഃപൂർവ്വം നമ്മൾ സങ്കടത്തോടു കൂടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് ഒരു പാട്ട് ഇഷ്ടമാണ്, പാട്ട് പാടാൻ വലിയൊരു ഗായികയാവണം അല്ലെങ്കിൽ വലിയ ഗായകനാവണം എന്ന് ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എനിക്ക് ഡാൻസ് പഠിക്കണം, വലിയൊരു ഡാൻസർ ആണെന്ന് ആഗ്രഹിച്ചിട്ട് ആളുണ്ടാവണം. എന്താണ് ഈ പാഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? വലിയ താല്പര്യം അല്ലേ? ഭയങ്കര താല്പര്യമാണ്. പാഷനല്ല, പാഷൻ അല്ലേ? ഭയങ്കര പാഷൻ എന്ന് വെച്ചാൽ അതിയായ ആഗ്രഹം, ഒരു ആഭിമുഖ്യം എന്നൊക്കെ പറയാം. അത്രയ്ക്കുള്ള ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചിട്ട് വളരെ വിഷമത്തോടു കൂടി കിട്ടിയ ലൈഫിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ RCM വലിയൊരു തണുത്ത കാറ്റായിട്ട്, ഒരു കുളിർമ നൽകുന്ന കാറ്റായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം നമ്മുടെ പാഷൻ ഫുൾഫിൽ ചെയ്യാൻ ഇത്രത്തോളം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം. കാരണം യാതൊരു റിസ്ക്കും ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു മഹത്തായ പ്രസ്ഥാനത്തിലാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. RCM റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. ആ വാക്കിൽ തന്നെയുണ്ട് ശരിയല്ലാത്ത വിപണന രീതി എന്തൊക്കെയോ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ? നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ആളുകൾ RCM അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. RCM നാച്ചുറൽ പ്രൊഡക്ട്സ് ആണെന്നും മായമില്ലാത്ത ഉൽപ്പന്നങ്ങളാണെന്നും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് രോഗശാന്തി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു അറിവ് ജനങ്ങളിലേക്ക് പതുക്കെ പടർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ ഒരുപാട് ലീഡേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊരു ബുദ്ധിമുട്ടില്ല. എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാവരും മീറ്റിംഗ് സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ മീറ്റിങ്ങിനൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടർ രാജൻ സാർ ഉണ്ടെങ്കിൽ ഞാൻ തീരെ വരുന്നില്ല എന്നാ പറയാം. കാരണം മൈക്ക് തരാൻ വേണ്ടി പറയുകയെ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എന്നിട്ട് എന്താണ് ഈ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കി തന്നത്.
എന്താ പറയുക, നമ്മൾ സാധാരണ പറയും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇതിൽ ഏതിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ശരിക്കും മനുഷ്യർ ഏതിനെയാണ് പേടിക്കുന്നത്? ഫ്യൂച്ചറിൽ എന്താവും എന്ന് ആലോചിച്ചിട്ടാണോ? പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് പാസ്റ്റിനെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു വൈഫും ഹസ്ബൻഡും പാസ്റ്റ് പറഞ്ഞിട്ടാണ് ഭാര്യ ഭർത്താവിനോട് അടിയുണ്ടാക്കുക. അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, അല്ലേ? അമ്മായിയമ്മ അന്ന് ആ 10 സെന്റ് സ്ഥലം വാങ്ങാൻ ഞാൻ പറഞ്ഞപ്പോൾ അത് കേട്ടില്ല. അന്ന് അത് വാങ്ങായിരുന്നെങ്കിൽ ഇന്ന് എന്ത് നല്ല വീടിയാണ് അവിടെ വെച്ചത്, എത്ര വിലക്കുറവായിരുന്നു. പാസ്റ്റ് 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 പറഞ്ഞിട്ടാണ് നമ്മൾ അടി ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പാസ്റ്റിനെയാണ്, അല്ലേ? ഇപ്പം ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ശരിക്കും നമ്മൾ പ്രസന്റ് സന്തോഷമായിട്ടിരുന്നാൽ ഫ്യൂച്ചർ സന്തോഷമാവും. പക്ഷെ പാസ്റ്റ് ഒരു ഭീകരനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പാസ്റ്റ് വളരെ മനോഹരമായ ഒരാളെ സംബന്ധിച്ച് അത് ശരിയായിരിക്കില്ല, അല്ലേ? പക്ഷെ പാസ്റ്റ് അങ്ങനെ ആവാൻ തരമില്ല. എത്ര നല്ല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നാലും നമ്മൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ് അടിയുണ്ടാക്കുക ചെയ്യുക വീട്ടിൽ. പക്ഷെ RCMൽ പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ ലീഡർമാരിൽ വലിയൊരു സന്തോഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇല്ലേ? കാരണം എന്താണ്? കഷ്ടപ്പെട്ട് നേടിയെടുത്ത കഥ പറയുമ്പോൾ അവരിൽ വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലേ? നമ്മൾ നടന്ന വഴികളിലൂടെ നമ്മൾ നേടിയെടുത്ത ആ ഒരു ഇത് പറയുമ്പോഴൊരു സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് ആളുകളോട് RCM പറയുന്ന വ്യക്തികളാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ മീറ്റിങ്ങിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ RCMനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം RCM എന്ന പ്രസ്ഥാനം നോർമലായി സാധാരണക്കാരുടെ പ്രസ്ഥാനമാണ്. വളരെ അധികം നോർമലായിട്ടുള്ള പ്രൊഡക്ട്സുകൾ, അതായത് അതിവിലയൊന്നുമില്ലാതെ നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ ഗുണമേന്മയേറിയ പ്രൊഡക്ട്സ്, വീട്ടിലെ ചെലവ് ചുരുക്കാൻ ഇത് മാത്രം മതി. RCM എന്ന പ്രസ്ഥാനത്തെ മാത്രം കൂട്ടുപിടിച്ചാൽ നമ്മുടെ വീട്ടിലെ ചെലവ് ചുരുക്കാം. ഒരു ബിസിനസ്സും ചെയ്യാൻ മെനക്കെട്ടിട്ടില്ലെങ്കിലും കൂടെ നമുക്ക് ഗുണമേ ഉള്ളൂ എന്നുള്ള സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് RCM. പക്ഷേ നമ്മൾ RCMനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് RCM ചെയ്യാത്തത്, അല്ലേ? നമ്മൾ ഓരോ ആളോട് പറയുന്ന സമയത്ത് അവർ പറയും മീറ്റിങ്ങിൽ ഞാൻ വരുന്നില്ല മാഡം. നമ്മൾ മീറ്റിങ്ങിന് വിളിക്കാമെന്ന് വിചാരിക്കുക, മീറ്റിങ്ങിന് വരുന്നില്ല, വീട്ടിൽ പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് വീട്ടിൽ, ഒരുപാട് പ്രശ്നങ്ങളാണ്. അതൊക്കെ നിരത്തി വെക്കാനുണ്ടാവും അവർ വരാത്ത കാരണങ്ങൾ. വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ കല്യാണമാണ്, ആ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ കുടുംബത്തിലെ. ആ കല്യാണം കഴിഞ്ഞാൽ ലീഡർ പരിസാരം ഞാൻ ശരിയാക്കും, കാര്യങ്ങൾ ഉഷാറാക്കും. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കുന്നത്. ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരാളെ എപ്പോഴും പൊളിക്കും ഇതുപോലെ തന്നെ പൊളിക്കും പറയും, എപ്പോഴും പറയും പൊളിക്കുന്ന. ഒരു സമയം വിനോദ് സാറ് ചോദിച്ചു, തേങ്ങ പൊളിക്കുന്ന കാര്യമാണോ പറയുന്നത് ചോദിച്ചു. അപ്പോൾ എപ്പോഴും ആവേശം കൊണ്ട് പറയും, പക്ഷെ ചെയ്യുന്നില്ല. അങ്ങനെ നോക്കിയ സമയത്ത് മനസ്സിലാവുന്നത് നമ്മൾ പ്രത്യേകിച്ച് RCM ലീഡേഴ്സ് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പെരുമാറുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സൈക്കോളജി എന്ന് പറയുന്നത്, ഹ്യൂമൻ സൈക്കോളജി. അതിൻ്റെ ഭാഗമായിട്ട് സൈക്കോളജി ശരിക്കും നമുക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഞാനിപ്പോൾ ഒരു ഡിപ്ലോമയ്ക്ക് ചേർന്നിട്ടുണ്ട്. ഹ്യൂമൻ സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുന്നുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് നോക്കിയപ്പോൾ ഒരുപാട് മോശം കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേറ്റ് നടക്കുന്ന ആളുകളാണ് നമ്മൾ. അതിന് കൊളോക്കിയലി പറഞ്ഞാൽ പിടിപ്പുകേടുകൾ, എൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഞാൻ ചെയ്തത് നമ്മൾ പാസ്റ്റിലെ പറയും. ആ കാര്യം നടന്ന് എൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെ ഒരുപാട് പിടിപ്പുകേടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 5 പിടിപ്പുകേടിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അങ്ങനെയുള്ള പിടിപ്പുകേടുകളിൽ നമ്മൾ നിന്ന് പോയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സ്വയം പര്യാപ്തരാണോ എന്ന് ചിന്തിക്കുക. തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ടോ? നിസ്സാരമായ ഒരു കാര്യമായാൽ പോലും മതി, ചെറിയൊരു കാര്യമായാൽ പോലും മതി. ഡിസിഷൻ മേക്കർ ആണോ നമ്മൾ? നോ എന്നാണ്
നിങ്ങളുടെ മനസ്സിൽ ആൻസർ കിട്ടുന്നതെങ്കിൽ വലിയ ഒന്നാമത്തെ പിടിപ്പുകളിലാണ് നമ്മൾ. ഫസ്റ്റ് വൺ. സെക്കൻഡ്, നമ്മുടെ കയ്യിലിരിക്കുന്ന മണി, പണം, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വന്തം സമയം, ഇവ നമ്മുടെ കൺട്രോളിലാണോ? സെക്കൻഡ്, നമ്മുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് നമ്മൾ ചെലവാക്കുന്നത് നമ്മുടെ കൺട്രോളിൽ, നമ്മുടെ നിയന്ത്രണത്തിലാണോ? നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ? അല്ലെ ആവശ്യത്തിനാണോ? അതിന് അനാവശ്യത്തിന് പണം ഒഴുകി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നോ? നമ്മുടെ കുടുംബം നാശത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? നിലവിലുള്ള മണി വെച്ച് അത് പൊലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും, മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ സമയമാണ്, 24 മണിക്കൂറാണ്. പക്ഷെ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് മഹാന്മാരാവുന്നത്, അല്ലേ? അവർക്ക് 3 കണ്ണും 2 മൂക്കും 4 ചെവിയും ഒന്നുമില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ എല്ലാവർക്കും 2 കൈയും 2 കാലും ഒക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ചില മനുഷ്യർ മാത്രം പലതും കണ്ടുപിടിക്കുന്നു മനുഷ്യർ. എല്ലാവർക്കും ഒരേ ബ്രെയിൻ. IQ ലെവൽ പരിശോധിക്കുന്ന സമയത്ത് കുറഞ്ഞും കൂടിയും താഴ്ന്നും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? നമ്മളൊക്കെ എന്താ പറയാ, മെന്റലി ഡിസേബിൾ ഒന്നുമല്ല നമ്മൾ. പക്ഷെ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് വിജയിക്കാത്തത്? അപ്പൊ നമ്മുടെ മണി ആൻഡ് ടൈം നമ്മുടെ കൺട്രോളിലാണോ എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ? നമ്മൾക്ക് കിട്ടിയ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത, ബന്ധങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ബന്ധങ്ങൾ നമ്മുടെ നാശത്തിലേക്കും നമ്മുടെ പുരോഗതിയിലേക്കും നയിക്കുന്ന ഘടകമാണ് ബന്ധങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ? ചിലപ്പോൾ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ വ്യക്തി ഒരു മഹാനോ മഹതിയോ ആവുമ്പോഴായിരിക്കും നമ്മൾ അവരിലേക്ക് ശ്രദ്ധിക്കുക. ആ സമയത്ത് അവര് നമ്മളെ തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു മഹാന്മാരായ ആളുകളെ നോക്കി തേടി പിടിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല അതിൻ്റെ ശരി. ആദ്യം മുതലേ നല്ലൊരു വ്യക്തിത്വം എന്ന് പറയുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ, നമ്മുടെ കയ്യിൽ വരുന്ന നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ഫ്രണ്ട്ഷിപ്പിനെ കൺട്രോൾ ചെയ്ത് അവരെ ഒരു ഡിസ്റ്റൻസിൽ നിർത്താൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? നോ ആണോ യെസ് ആണോ? എങ്കിൽ അത് നോ ആണെങ്കിൽ നമ്മുടെ അടുത്ത പിടിപ്പുകൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ ചില കാര്യങ്ങൾ കടന്നു പോകുന്നില്ലേ? ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, അല്ലേ? ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ വിജയിച്ച ആളുകളെ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മിടുക്കരായിരിക്കും. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ സമയം, നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് എനിക്കിപ്പോൾ എൻ്റെ ടൈം ഷെഡ്യൂളാണ് കേട്ടോ, സോറി, അത് കണ്ടതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് പോകാനുള്ള ഒരു കൺട്രോൾ അവരുടെ കയ്യിലുണ്ടായിരിക്കും, അല്ലേ? ആ കൺട്രോൾ ഇല്ലാത്ത നമ്മളാണെങ്കിൽ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ആസിമൊക്കെ നല്ല ഉഷാറ്, ആസിമൊക്കെ എന്തായാലും അങ്ങനെ ഓരോ മണിക്കൂറും കൂടെ ഇങ്ങനെ വെറുതെ സംസാരിക്കുക. അയാൾ ചേരുകയില്ല, അയാൾ നമ്മളെ കൂടെ ചേരുകയില്ല, നമ്മുടെ ടൈമും വേസ്റ്റ് ആവും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അത് നമ്മുടെ കുറ്റമല്ല, അത് നമ്മുടെ തെറ്റാണ്. അത് ശരിയിലേക്ക് മാറ്റാനുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടായാൽ അത് അടുത്ത വളർച്ചയ്ക്ക് കാരണമാവുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാന്മാരും മഹതികളും ആവുന്ന സമൂഹത്തിലെ വലിയ വലിയ ആളുകളെ കുറിച്ച് നമ്മുടെ തലയ്ക്കകത്തും അതെല്ലാം ഉണ്ട്. പക്ഷെ അത് അറിവിനേക്കാൾ ഉപരി നമ്മൾ തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുക എന്നുള്ളത്. ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും, എന്ത് അഡ്വൈസ് തന്നാലും, എന്ത് മോട്ടിവേഷൻ തന്നാലും എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഒറ്റ ചിന്ത, ആ ഒരു ക്വാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു ചിന്ത. ആ ചിന്തയുള്ള ആളുകളോട് പറയാനുള്ള ഒരു കഥയുണ്ട്. ഒരു ദിവസം ഒരു കുതിരവണ്ടിക്കാരൻ തൻ്റെ കുതിരയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വഴിയരികിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്.
നോക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു പാടമാണ്, വയലില്ലേ, വയല് പാടം. അവിടെ ഒരു കിണർ കാണുന്നുണ്ട്. നോക്കിയ സമയത്ത് നല്ല ആഴമുണ്ട് കിണറില്. അപ്പൊ അതിൽ നിന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കർഷകൻ വലിയ കാറ്റാടി യന്ത്രം ഉപയോഗിച്ചിട്ടാണ് ആ പൈപ്പിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. തന്റെ കുതിരയെ ആ പൈപ്പിന്റെ ചുവട്ടിലേക്ക് നിർത്തിയാൽ തന്റെ കുതിരയ്ക്ക് ദാഹം മാറ്റാമായിരുന്നു, കുറച്ച് വെള്ളം കുടിക്കാമായിരുന്നു. താങ്കൾ സമ്മതിക്കുമോ എന്ന് ഈ കുതിരവണ്ടിക്കാരൻ ഈ കർഷകനോട് ചോദിക്കുകയാണ്. അപ്പൊ കർഷകൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളെ കുതിരയെ ആ പൈപ്പിന്റെ ചുവട്ടിലേക്ക് നിർത്തിക്കോളൂ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ നിർത്തിയ സമയത്ത് കുതിര എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തതെന്നറിയോ? ഈ കാറ്റാടിയുടെ ശബ്ദം കേട്ടിട്ട് പരിഭ്രമിച്ചിട്ട് ആകെ വിരണ്ട് മാറി നിൽക്കുകയാണ്. വെള്ളം കുടിക്കാതെ മാറി നിൽക്കുന്ന കുതിരയെ കണ്ടിട്ട് കൃഷിക്കാരൻ പറഞ്ഞു അത് കുടിക്കുന്നില്ല. അപ്പോൾ ഇയാൾ പറയാണ് കുതിരവണ്ടിക്കാരൻ, നിങ്ങൾ ആ കാറ്റാടി യന്ത്രത്തെ ഒന്ന് ഓഫ് ചെയ്യും, അതിന്റെ സൗണ്ട് കേട്ടിട്ടാണ് പാവം എൻ്റെ കുതിര വെള്ളം കുടിക്കാത്തത്. അതിനെന്താ? കർഷകൻ പോയിട്ട് ചേച്ചി ഒരു പുഞ്ചിരിയോടുകൂടി ആ കാറ്റാടി യന്ത്രം ഓഫാക്കുകയാണ്. അപ്പൊ കുതിര പോയി നോക്കുന്ന സമയത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുമോ? ആ യന്ത്രം ഓഫാക്കിയാല് വെള്ളം വരുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. അപ്പൊ കർഷകൻ പറയാണ്, ആ സൗണ്ട് കേട്ടിട്ട് നിങ്ങളെ കുതിര വെള്ളം കുടിക്കാൻ പഠിച്ചിരുന്നുവെങ്കിൽ അതിന്റെ ദാഹവും മാറിയേനെ, അതിന് വെള്ളവും കിട്ടിയേനെ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന ശബ്ദങ്ങൾക്കിടയിൽ നിന്നിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ച് ഉന്നതങ്ങളിലേക്ക് കയറി പോകുന്ന കാഴ്ച നമ്മുടെ സമൂഹത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസാരമായ പ്രശ്നങ്ങൾക്ക് എത്രത്തോളമാണ് നമ്മൾ ഡെസ്പാവുന്നത്. നമുക്ക് കിട്ടിയ ഈ ഒരു മനുഷ്യ ജന്മം ഇപ്പൊ ഒരു 40 വയസ്സിന്റെ മുകളിൽ, എന്താ പറയുക, ഒരു 40 വയസ്സിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകളാണ് നമ്മളിവിടെ എല്ലാവരും. അപ്പോൾ നമ്മുടെ ആയുസ് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 80 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 40 വർഷം കഴിഞ്ഞെങ്കിൽ എങ്കിലും 40 വർഷമേ ഉള്ളൂ. ആ 40 വർഷത്തിൽ 10 വർഷം നമ്മുടെ കുട്ടിക്കാലം ഒരു ബുദ്ധിയില്ലാതെ നമ്മളെ എന്തൊക്കെയോ കളിച്ച് നടന്ന് വേസ്റ്റ് ആയ പ്രായമാണ് അല്ലേ? ബാല്യകാലം എന്നൊക്കെ പറയുമെങ്കിലും നല്ലതും ചീത്തതും അറിയാത്തൊരു കാലഘട്ടത്തിലൂടെ 10 വർഷം നമ്മൾ കടന്നുപോയി. ഇനി ലാസ്റ്റും ഉണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു 10 വർഷം. വയസ്സാവുന്ന കാലം കുട്ടിക്കാലം ഒരുപോലെയാണെന്ന് പറയാം. അപ്പൊ ലാസ്റ്റത്തെ ഒരു 10 വർഷമുണ്ട് ബാക്കി കിടക്കുന്നു. ആ 10ഉം ഈ 10ഉം നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നടുവിലുള്ള പ്രായം നോക്കുന്ന സമയത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ പ്രായത്തിൽ നിന്ന് അതിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ് ദൂരമുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. മനുഷ്യർക്ക് കുറച്ച് കൂടുതൽ ആയുസ് തന്നുകൂടി എന്ന് ചിന്തിച്ചു പോകും. RCM എത്തിയ നമ്മളെ സംബന്ധിച്ച് അല്ലേ, ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്ന, ജീവിക്കാൻ വളരെയധികം അത്യുത്സാഹം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, പണത്തിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ബസ്സിന് പൈസ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറമ്പിലേക്ക് ഓടിപ്പോയിട്ട് തേങ്ങ എടുത്ത് കൊണ്ടുവന്ന് പൊളിച്ച് തേങ്ങയും ചാക്കിലിട്ട് വേഗം ഓടി അപ്പുറത്തെ കൊപ്രക്കാരന് കൊടുത്തിട്ട് പൈസ വാങ്ങുകയാണ് ചെയ്യുക. അത് ഒരുപാട് ദൂരം നടക്കണം. അല്ലെങ്കിൽ എൻ്റെ കോഴിമുട്ടയൊക്കെ എടുത്ത് കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടാണ് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിരുന്നത്. അന്ന് RCM ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് മതി നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലേ? എൻ്റെ ചെറിയൊരു പൈസ, താങ്ക് യു സാർ, ചെറിയൊരു പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്കത് MRPക്ക് വിറ്റാൽ കയ്യിൽ പൈസ തടയും. ഞാൻ പറയും, തൊഴിലില്ലായ്മ എന്നൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരും ആരും പറയാൻ പാടില്ല. RCM ഉള്ളിടത്തോളം കാലം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് പൊലിപ്പിച്ച് പൈസ ആക്കി മാറ്റാനുള്ള ഒരു സ്ഥിതി നമ്മുടെ RCMലുണ്ട്. ആ ഒരു മെത്തേഡ് നമ്മുടെ RCMലുണ്ട്. ഒരു ലേഡി ഒരു സംരംഭകയാവണം എന്ന് ആഗ്രഹിച്ചാൽ ഒരു ഉണ്ണിയപ്പ കച്ചവടമോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. അത് ഉണ്ടാക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് കൊണ്ടുപോയി നമ്മൾ കളക്ട് ചെയ്യണം. അരി അല്ലേ, അതിലേക്ക് വേണ്ട മധുരം അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ചൂടുള്ള അടുപ്പിൻ്റെ ചൂട് തട്ടിയിട്ട് കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് ശരിയായില്ലെങ്കിൽ അതിൻ്റെ മാവെല്ലാം വേസ്റ്റ് ചെയ്ത് നമ്മളത് വീണ്ടും ഉണ്ടാക്കി അത് പാക്കിലേക്ക് ഇട്ട് അത് അതിൻ്റെ കവറെല്ലാം ഒട്ടിച്ച് അത് കൊണ്ടുപോയി സെയിൽ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ വാങ്ങുമെന്നറിയില്ല. ദിവസം കഴിഞ്ഞു പോയാൽ അത് ചീത്തയായി പോവും. കഷ്ടപ്പെട്ട് യാതൊരു സാധ്യതയുമില്ല, പെർമനൻസിയും ഇല്ല, നാളെയും പണം കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല, അതിൽ റോയൽറ്റി ഇല്ല, ഒന്നുമില്ല.
എന്ന സ്ഥാനത്ത് ദൈവം തന്ന പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും നമുക്ക് ആർസിയം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും നമുക്ക് കിട്ടിയ പ്രസ്ഥാനത്തിന്റെ വലിപ്പം അറിയാതെ നിസാരമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് വീട്ടില്. ചെയ്യും സാറേ, ചെയ്യാതിരിക്കൂല, അത് ആർസിയം വിടുന്ന പരിപാടി ഇല്ല എന്ന് പറയലുണ്ട് എല്ലാവരും. പക്ഷേ ഞാൻ പറഞ്ഞ നമ്മുടെ ആയുസിന്റെ ദിവസം നേരത്തെ ഞാൻ പറഞ്ഞു കൺട്രോൾ ചെയ്യാന്നുള്ളത് നമ്മുടെ ടൈം അല്ലേ, നമ്മുടെ സമയത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട്. ഇന്നലെ ഇവിടെ ക്ലാസ് എടുത്തത് നമ്മുടെ നേഹാമയമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് ഇന്നേക്ക് അല്ല, നമ്മുടെ സുരേഷ് സാറായിരുന്നു. സുരേഷ് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് വന്ന ആളുകൾ ഇന്നലെയുള്ള വയസ്സല്ല നമുക്കിന്ന്. നമുക്ക് ഒരു ദിവസം കൂടിയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു, ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലെ. കഴിഞ്ഞു പോയതൊന്നും തിരിച്ചു കിട്ടില്ല. ഇന്നിപ്പോ നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ നമ്മുടെ ഈ ഒരു സംസാരത്തിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ തിരിഞ്ഞ് വീട്ടിൽ പോയി. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഓർമ്മകളായിട്ട് മാറും അല്ലേ. നാളെയാവുമ്പോൾ അത് ഇന്നലെയാവും, മറ്റന്നാളാവുമ്പോൾ 2 ദിവസം മുമ്പാവും, അതെല്ലാം സ്മൃതിയിൽ പോകും. നമ്മുടെ വയസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഇപ്പോഴത്തെ മക്കൾ പറയും ഇച്ചിരിച്ചില്ലായിരിക്കണം എന്ന് പറയില്ലേ. ശരിക്കും ഇപ്പോഴത്തെ മക്കളെ കണ്ട് പഠിക്കണം അക്കാര്യത്തില്. നമ്മളെപ്പോലെ യാതൊരു വെയിറ്റിങ്ങും ഇല്ല. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരെവിടെയോ എത്തിപ്പോവും അല്ലേ. നല്ലതും ചീത്തതും അവർക്ക് അറിയില്ലെങ്കിലും എല്ലാത്തിനും അവർ ചിരിച്ചില്ല, അടിപൊളി സംഗതികൾക്ക്. പക്ഷെ അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെയോ എത്തിപ്പോവും. ഇപ്പോഴത്തെ യുവതലമുറ എല്ലാവരും ആർസിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് റോൾ മോഡൽസ് ആയിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മറ്റന്നാൾ ഗണശ്യാം സാറ് വരാനുണ്ട്. ഞങ്ങളവിടെ ഒരു ശ്യാം സാറുണ്ട്. ചെറുപ്പക്കാർ ഒത്തിരി അക്ഷയ് സാറ് ഒത്തിരി ചെറുപ്പക്കാരുടെ ആർസിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ രണ്ടും ആർട്ടിസ്റ്റ് സാറിന്റെ വിനോദ് സാറിന്റെ മകനുണ്ട്. അവിടെ താരോത്സവത്തിൽ വന്നിട്ട് ഗംഭീരമായ ഒരു ക്ലാസ്സൊക്കെ കാഴ്ചവെച്ച് പോയതാണ് സാറ്. യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അത് ആർസിയം ഫോറിയോ എന്ന് പറഞ്ഞ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണണം. 2 മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം വലിയൊരു പ്രസ്ഥാനമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇപ്പൊ എൻ്റെ വയസ്സെത്തുമ്പോഴേക്ക് ഇന്നസെന്റ് പറഞ്ഞത് ആരാ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും അല്ലേ. നിങ്ങൾ മനസ്സോട് തീരുമാനിക്കണം, കണ്ണൂര് ഞാനും എടുക്കുകയാണ്. അത് വിട്ടുകൊടുക്കരുത്, പുറത്തുള്ളാർക്കും വിട്ടുകൊടുക്കരുത് അല്ലേ. കണ്ണൂർ ഇങ്ങോട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ട്, കണ്ണൂര് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം തെളിയുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ സ്വപ്നം കാണണം അല്ലേ. നമുക്ക് സെലിബ്രിറ്റി ആവാൻ ആഗ്രഹമുണ്ടോ? സെലിബ്രിറ്റി ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാര്യം വെച്ചേ. വെരി ഗുഡ്. സെലിബ്രിറ്റി, അതെ. നമുക്ക് സൂപ്പർ സ്റ്റാർ ആവാൻ ആഗ്രഹമുണ്ടോ? ഇനിയിപ്പോ പോയിട്ട് അഭിനയൊക്കെ പഠിച്ച് സിനിമയിലൊക്കെ പോയിട്ട് നടക്കുമോ? നടക്കും. ആർസിഎമ്മിൽ പൊളിച്ച് പൈസ വരുന്ന സമയത്ത് നമുക്കൊരു സിനിമ എടുക്കണം അല്ലേ. അപ്പൊ അത്രത്തോളം നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ എന്താ പറയാ, എപ്പോഴും മനസ്സിന് ചിരിച്ചില്ലാക്കുന്ന പ്രസ്ഥാനമാണ് ആർസിഎം എന്നാണ് ഞാൻ പറയാ. കാരണം ആർസിഎം ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ ചിരിച്ചിലാക്കിയേനെ. പലരുടെയും സ്റ്റാറ്റസ് കാണാം, നാളെ ഞാൻ ഇതുപോലെയല്ല, എനിക്കും വരും ഒരു ദിവസം. ഞാൻ അല്പത്തോടെ വരും. അയാൾ എന്നും സെക്യൂരിറ്റിയാണ്. ഞാൻ വീട്ടിലുള്ള ഒരാളാണേ, സെക്യൂരിറ്റി പണിയാണ്. കാരണം ഭയങ്കര ഫങ്ഷനാണ് ആള്. നമ്മൾ പറയാറുണ്ട്, എപ്പോഴും മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാമോ. കേട്ടിട്ടില്ലേ? കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ നമ്മൾ വിജയിക്കുമെന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? ശരിയാണ്, പക്ഷെ ഞാൻ പറയും ശരിയല്ല. കാരണം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമ്മൾ നോക്കണം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാലകൃഷ്ണേട്ടൻ, ഞാൻ പേര് തന്നെ പറയട്ടെ, അദ്ദേഹം ഇതാണ്, വാച്ച്മാനാണ് അദ്ദേഹം. ആള് ഭയങ്കര ശുദ്ധനാണ്, ഭയങ്കര എന്താ പറയുക ഡെഡിക്കേഷനാണ്. ഈ പറഞ്ഞ കൺസിസ്റ്റൻസി ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്, ഭയങ്കര ഹൈജീൻ ആയിട്ടുള്ള ആളാണ്. എന്നും പോയി വന്നിട്ട് ഭയങ്കര വൃത്തിയാണ്, എല്ലാമാണ്. കാരണം ഇന്ന് 2 ദിവസം മാത്രമുള്ളതല്ല അദ്ദേഹത്തെ ഞാൻ കാണുന്നു. ഒരുപാട് കാലമായിട്ട് അയാൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. പക്ഷെ അയാൾക്ക് പ്രോഗ്രസ് ഇല്ല ലൈഫിൽ. അപ്പൊ നമ്മൾ ആളുകളോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം നിങ്ങൾ. നമ്മൾ പറയാം നമ്മുടെ ഡൗൺലൈനോട്, ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന കൺസിസ്റ്റൻസി അയാൾ സാറെ കീപ്പ് ചെയ്താൽ എന്താ സ്ഥിതി? അയാൾക്ക് പ്രോഗ്രസ് ഇല്ല ലൈഫില്.
അയാൾ ആസിയയിൽ വന്ന് കുറച്ച് ആട്ട കൊണ്ടുപോയിട്ട് അയാൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പക്ഷേ പ്രോഗ്രസ് കാണുന്നില്ല. അയാളുടെ ഹെൽത്തൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. കാരണം വന്നിരിക്കുന്നത് നമ്മുടെ ആസിയയിലാണ്. അതുകൊണ്ട് അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നമ്മൾ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ ചിരിച്ചിലാക്കണം. അത് കൺസിസ്റ്റൻസി ആക്കി മാറ്റണം. എന്നിട്ടേ കാര്യമുള്ളൂ. നമ്മൾ എന്താണോ ലൈഫിൽ ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ നോക്കണം. ചില ആളുകൾ പറയും ഞാനൊരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കൺസിസ്റ്റൻ്റായി ചെയ്യും. കാരണം ഞാനൊരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 10-18 വർഷം 20-25 വർഷം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലാണെന്ന് പറയും. വേറൊരു കമ്പനിയിൽ അത് കൺസിസ്റ്റൻ്റായിട്ട് അവിടെ കടിച്ച് തൂങ്ങി പിടിച്ച് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വിനോദ് സാറ് മിംസിൽ റിസൈൻ ചെയ്തിട്ട് RCMലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഒന്നും നല്ലതല്ല പറഞ്ഞത്. എൻ്റെ കസിനൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. നിന്നെ എൻ്റെ കസിൻ എൻ്റെ അച്ഛനെ വല്യമാമെന്ന് വിളിക്കുന്നത്. വല്യമാമയോട് പറയണം നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് മല്ലിപ്പൊടി മുളക് പൊടി വിൽക്കുന്ന ആൾക്കല്ല, കറുത്ത പെട്ടി എടുത്തിട്ട് സാറിന് വേഗം വന്നേ വീട്ടിലേക്ക്, ഇങ്ങനെയുള്ള ആളെന്നല്ല കല്യാണം കഴിച്ച് കൊടുത്തതെന്ന് പറയും. പക്ഷെ അന്ന് ഞാനും അയ്യോ വിചാരിച്ചിരുന്നു. കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം. പക്ഷെ ഇതിൽ വന്ന സമയത്താണ് RCM എല്ലാം തരുന്ന ലീഡേഴ്സ് ഘോരം പ്രസംഗിക്കുന്നതിൻ്റെ ആ ഒരു അർത്ഥവ്യാപ്തി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഓരോരോ പിൻ ലെവലിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഇപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള ലെവലിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ആണ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നത്. സാമ്പത്തിക ഫ്രീഡം നമ്മൾ പറയും ആരോഗ്യം കിട്ടാനാണ് ഞാൻ RCMൽ വന്നത് എന്ന് പറയും. ആരോഗ്യം കിട്ടാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? നമ്മൾ പറയും ഫുഡ് സപ്ലിമെന്റ് കഴിക്കണം. ഈ ഫുഡ് സപ്ലിമെന്റ് കഴിക്കാനുള്ള പണം ലീഡർ കൊടുക്കുമോ? ഇല്ല. അത് എന്തുണ്ടായാലാണ് നമ്മൾ അത് വാങ്ങിക്കുന്നത്? പണം വേണം. അപ്പൊ നമ്മൾ 100% ചങ്കുറപ്പോട് കൂടി നമ്മൾ പറയണം പണം ഉണ്ടാക്കാൻ തന്നെയാണ് ഞാൻ RCMൽ വന്നത്, അല്ലേ? എനിക്ക് പണം വേണം. പണം ഉണ്ടെങ്കിലേ എൻ്റെ കുടുംബത്തിന് നിലനിൽപ്പുള്ളൂ. എൻ്റെ കുടുംബത്തിൻ്റെ മുഖമുദ്ര ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യം നിലനിർത്താൻ നല്ല പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ എനിക്ക് പണം വേണം. അത് ഞാൻ RCMലൂടെ സമ്പാദിക്കും. ഞാൻ ഉയരങ്ങളിലേക്ക് എത്തും. കൂടെ ആരോഗ്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും എനിക്ക് കിട്ടുമെന്ന് ചങ്കുറപ്പോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഇത് നമ്മൾ ഓരോ മോട്ടിവേഷനും കേൾക്കുന്ന സമയത്ത്, നമ്മൾ പല ലീഡേഴ്സും സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു ആവേശം, അത് നിലനിർത്താൻ പറ്റിയാൽ നമ്മൾ സക്സസ് ആയി. അപ്പോൾ ആളുകൾ പറയും എനിക്ക് ഈ പറയുന്ന പോലെയുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അതാണ് കാര്യം. നിങ്ങൾക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്, എനിക്കതില്ല. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമുക്കൊരു മികച്ച ഡാൻസർ ആവണമെങ്കിൽ നിരന്തര പ്രാക്ടീസിലൂടെ നമുക്ക് ഡാൻസറായിട്ട് മാറാൻ വേണ്ടി പറ്റും. ഓരോ സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ടാലന്റ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ടാലന്റ് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് ജന്മനാ തന്നെ കിട്ടുന്നതാണ്. അത് യേശുദാസിനെ പോലെ പാടാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. അത് ടാലന്റ് ആണ്. ടാലന്റും സ്കില്ലും വ്യത്യാസമുണ്ട്. എന്നാൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? 101% ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സിനെ ഒന്ന് പറ്റിച്ചാൽ മതി. നമ്മുടെ നാട്ടുകാരെ പറ്റിക്കാൻ എടുക്കുന്ന ആ ടൈം വേണ്ട നമ്മളെ മനസ്സിനെ പറ്റിക്കാൻ. കോൺഫിഡൻസോടുകൂടി ഞാൻ കോൺഫിഡൻസ് ഉള്ള ആളാണ് എന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പോലും തോന്നും ഇതിനിപ്പോൾ നന്നായോ, ഞാൻ എത്ര തളർത്തിയതാ അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഞാൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കയറി വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും മനുഷ്യരാണ്. ചിന്തകൾ പോവും. നമ്മുടെ ഉള്ളിലെ ഞാൻ സംസാരിക്കും, അല്ലേ? ഇവളിപ്പോൾ എന്താ പറയാൻ പോകുന്നത്,
ഇത് ചാടയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവാം, പോസിറ്റീവായിട്ട്. എന്തായാലും ആ ഒരു കുഞ്ഞു പറയുന്നത് പോലും നമ്മൾ അറിവുള്ള കാര്യമാണെങ്കിൽ ഞാനത് എഴുതിയെടുക്കും, ഞാനത് അപ്ലൈ ചെയ്യും, എൻ്റെ ലൈഫിലെ ഒരു സ്പാർക്കായിട്ട് ഞാനത് മാറ്റും എന്ന് ചിന്തിച്ച ആളുകൾ ഉണ്ടാവും. പല ചിന്താഗതി, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിനനുസരിച്ചിരിക്കും. അത് കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ മനസ്സിലൂടെ. പക്ഷെ ഞാൻ പറയുന്നു, മനഃപൂർവ്വം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പറ്റിക്കാൻ ശ്രമിച്ചാൽ, വെറുതെ ചിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡോപാമിൻ സെറോട്ടോണിൻ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വെറുതെ ചിരിക്കാൻ പറയുന്നത്? ഗൗരവത്തോടു കൂടി നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റാണ്. അത് ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് ചെറുതായിട്ട് ഉണ്ടാക്കിയേക്കാം, പക്ഷേ ഈ ഹോർമോണുകൾ ഡോപാമിൻ സെറോട്ടോണിൻ ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അതുമില്ല, സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണം, അല്ലേ? അതാണ് നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുക, നമുക്ക് രോഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുക. പലതും ഹോർമോണിന്റെ ഉൽപ്പാദനം കൊണ്ടാണ് സംഭവിക്കുന്നത്, വേരിയേഷൻസ് ശരീരത്തിൽ. അതൊന്നും നമ്മൾ പറ്റിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ കോൺഫിഡൻസ് ഉള്ള ആളാണ് എന്ന് നമ്മളെ മനസ്സിനെ പറ്റിച്ച് നമ്മൾ കോൺഫിഡൻസോട് കൂടി ഇരുന്ന അടുത്ത വീട്ടിൽ ചേച്ചിയെ കണ്ട സാധാരണ നമ്മൾ മിണ്ടാറുണ്ടാവില്ല, നമ്മൾ നല്ല ജനലിനോട് കൂടി എനിക്ക് നോക്കുക. പക്ഷെ അത് മനഃപൂർവ്വം നമ്മളൊന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് രേണീച്ചി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്താ പറ്റിയെന്ന് ആയിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ സ്മാർട്ട് ആയല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലൂടെ വരും. നമ്മുടെ മനസ്സിനെ എങ്ങനെ പറ്റി 21 days നമുക്ക് നമ്മളെ പറ്റിക്കാൻ സാധിച്ചാൽ, കോൺഫിഡൻസ് ഉള്ള ആളാണ് എന്ന് നമുക്ക് അഭിനയിച്ച് നമ്മളെ മനസ്സിനെ നമ്മൾ പറ്റിക്കാൻ സാധിച്ചാൽ, നമ്മൾ കോൺഫിഡൻസ് ഉള്ള ആളായിട്ട് മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. മറ്റേ ആൾ നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്ന, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ആ ആളില്ലേ, നമ്മുടെ ഉള്ളിലുള്ളൊരു കാതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ആൾ ഇറങ്ങിപ്പോവും, തീർച്ചയായിട്ടും ഇറങ്ങിപ്പോവും. ഒരു സൈക്കോളജി ടെക്നിക്കാണത്. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഏതൊരു മനുഷ്യനും ഉണ്ടാവും നെഗറ്റീവ്. ഞാനടക്കം ഒരു തെറ്റായ ചിന്തയിലേക്ക് പോകും അല്ലേ? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കടക്കാരൻ പണം തിരിച്ച് ബാലൻസ് തരുമ്പോൾ 1 രൂപ അയാൾ എടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയില്ലേ, ആ ചിന്തയില്ലേ, അത്ര പോലും അത്ര ടെൻഷനൊന്നുമില്ല നമ്മളെ മനസ്സിനെ പറ്റിക്കാൻ. നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ഈ പണം പോകുന്ന മറ്റൊന്നുണ്ടാവുന്നില്ല ആ ഒരു ചിന്ത, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഞാൻ ആ ഉള്ളിൽ പറഞ്ഞ ആൾ സംസാരിക്കുമ്പോൾ അപ്പം ഡിലീറ്റ് ചെയ്തേക്കണം അവിടെ. ആ ഓവർ തിങ്കിങ് എന്ന് പറയില്ലേ, ഓവർ തിങ്കിങ് അതൊരു നെഗറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഓവർ തിങ്കിങ് എന്നുള്ള പാറ്റേൺ മനസ്സിൽ ഒട്ടിക്കുമ്പോൾ സാധാരണ ലീഡേഴ്സ് പറയും, പുറത്ത് പോയിട്ട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് ഷോപ്പിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു എനർജിയാണ്, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതോടുകൂടി പ്രവർത്തിക്കാനുള്ള സകല ഊർജം കഴിഞ്ഞ് തീർന്നു. ഞാൻ എന്തൊക്കെ വിചാരിച്ചിങ്ങോട്ട് വന്നതാ, എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. പല ലീഡർമാരും പറയും ഒന്നും നടക്കൂല, ഈ വീടിന് എന്തോ ഒരു ദോഷമുണ്ട് എന്ന് പറയും. പക്ഷേ നമ്മൾ മനഃപൂർവ്വം അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ ബോധത്തോടെ ആയിരിക്കണം നമ്മൾ നടക്കേണ്ടത്. നമ്മൾ പറയാറില്ലേ, പഠിക്കുന്ന സമയത്ത് മനസ്സിരുത്തി പഠിക്കൂന്നല്ല പറയാ, മനസ്സിരുത്തി പഠിക്കുന്ന. മനസ്സിരുത്തിയിട്ട് എപ്പോഴും ബോധത്തോടു കൂടി ഉണർച്ചയോടുകൂടി, അതിനാണ് നമ്മൾ DHO കഴിക്കാൻ പറയുന്നത്. ഒരു തരം ഒരു മന്ദത വരും ചിലപ്പോൾ നമുക്ക് ലൈഫിൽ. ചില ആളുകളെ കാണുമ്പോൾ, പല ആളുകൾക്കും പല സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും പല തരത്തിലുള്ളതുമായിട്ട് നമ്മൾ പുറത്തുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഓരോ ആളിൻ്റെയും വ്യത്യസ്തമാർന്ന മാനസിക ചിന്താഗതികളായിരിക്കും കടന്നു പോവുക. വീട്ടിലെ പ്രശ്നങ്ങൾ, അത് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മനഃപൂർവ്വം കണ്ടറിഞ്ഞ് മാറ്റണം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ, മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് ഞാൻ നശിച്ചുപോയി, അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഉള്ള വാക്കുകൾ, നമ്മൾ അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ അവിടെ ഡിലീറ്റ് ചെയ്തേക്കണം. നമ്മളെ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്തേക്കണം, അതിനെ മാറ്റിയിടണം നമ്മൾ. അത് വലിയൊരു പ്രോസസ്സാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ചില ലീഡേഴ്സ് സംസാരിക്കുന്നത്, നമ്മളെ സിസ്റ്റം കമ്പ്യൂട്ടർ നമ്മൾ അതിലുള്ള പ്രോഗ്രാമിംഗ് മാറ്റി ലോഡ് ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിലവിലുള്ളതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് കൊടുക്കാൻ സാധിച്ചാൽ, അല്ലേ?
ടോട്ടലി ചേഞ്ച് ആവും നമ്മുടെ ലൈഫ്. ടോട്ടലി ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ, നാളെ ഞങ്ങൾ എന്താവാ, ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്, കൊത്താൻ പോവാല്ലേ, ആഞ്ഞു കൊത്തിക്കോളാൻ പറയാൻ പറ്റുമോ? അല്ലേ? കൊത്താൻ പോകുന്ന കൺസിസ്റ്റൻസിയോട് കൂടി ആഞ്ഞു കൊത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ദിവസം കൂലിക്ക് ഒരു ദിവസം കാലൊളിക്കിയാൽ കൈ ഒളിക്കിയാൽ തീർന്നു അയാളുടെ പണി. പിന്നെ വീട്ടിലിരിക്കുകയാണ്. ഓരോ ജോലിയും പെർമനൻസി വിചാരിച്ചിട്ടാണ് ആളുകൾ ഗവൺമെന്റ് ജോലി തേടി പോകുന്നത്, പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഒരു 58 ഏജ് ആവുന്ന സമയത്ത് ആരോഗ്യം ക്ഷയിക്കും. ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ ഗവൺമെന്റ് പണം തരും. അതുകൊണ്ട് നമ്മുടെ ചോറ് ഉറപ്പാ. കല്യാണം ഉറപ്പിക്കുമ്പോൾ, പെൺകുട്ടികളുടെ കല്യാണം ഉറപ്പിക്കുമ്പോൾ പറയും ഗവൺമെന്റ് ജോലി അതോളം ചോറ് ഉറപ്പായിരുന്നു പറയും. ശരിക്കും അതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉയരാൻ സമ്മതിക്കില്ല ജോലി. നിലവിലുള്ള പണത്തിനേക്കാൾ ഉപരി ഒന്നും അവിടെ നിന്ന് കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാറൊക്കെ പറഞ്ഞിട്ടില്ലേ എയ്റോപ്ലെയിൻ വാങ്ങിക്കുന്നൊക്കെ, അതൊക്കെ ഒരു ഗവൺമെന്റ് ജോലിക്കാരന് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാക്കാൻ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മഹത് പ്രസ്ഥാനം RCM. RCM എന്ന് പറഞ്ഞ നാട്ടിൽ നിങ്ങൾ കളിയാക്കപ്പെടുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും RCM എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? 100% നിങ്ങൾ വിജയിച്ചിരിക്കുന്ന ആളെ. കാരണം അത് കേട്ടിട്ടും ഇന്ന് മീറ്റിങ്ങിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. നാട്ടില് RCM എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട നാരായണേട്ടൻ. നാരായണേട്ടൻ വരുന്ന കണ്ടാൽ ആളുകളെ ഒളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അയാളുടെ ഘോരം പ്രസംഗം വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരുന്നു പറഞ്ഞിട്ട്. ഇന്ന് നാരായണേട്ടൻ ആരാണ്? അങ്ങനെ ഒരു കാലം നമുക്കും വരും. ഇതുപോലെ മൈക്ക് പിടിച്ച് നമുക്ക് നമ്മളുടെ ജീവിതം എങ്ങനെ RCM മാറ്റി എന്ന് വിളിച്ചു പറയാനുള്ള ഒരു വേദി നമുക്ക് RCM ഒരുക്കി തരും. ഇത് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ കുറിച്ച് വെച്ചോളൂ. കാരണം RCMൽ വന്ന തുടക്കകാലത്തുള്ള പല ആളുകളും വലിയ വലിയ ലീഡർമാരായി ഇരിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നതാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ വിചാരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ കോൺഫിഡൻസ് ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ വിജയിക്കും. ഒരാൾ പറഞ്ഞു, ഞാൻ അടുത്ത മാസം സ്റ്റാർ ആവും. ഞാൻ എന്തായാലും അടുത്ത മാസം സ്റ്റാർ ആവും. ഇപ്പം വീട്ടിലുള്ള വൈഫ് ചോദിക്കുകയാണ്, കുറേ ആയല്ലോ അങ്ങനെ പറയുന്നത്, എന്തെങ്കിലും നടക്കുമോ ആവോ എന്ന് ചോദിക്കുകയാണ്. കാരണം നമ്മൾ വലിയ പൊസിഷനിലേക്കാട്ടിലും നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു പിൻലെവലാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അവൻ ചോദിക്കുകയാണ്, നമ്മൾ എന്താ പറയുക, വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന പ്രത്യേകിച്ച് ഭാര്യയൊക്കെ കുത്തിയാൽ നെഞ്ചു നേറും അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾ ഇതുപോലെ ഒന്നല്ല, നാളെ നിങ്ങൾ വലിയ ആളാവുക തന്നെ ചെയ്യും. നിങ്ങൾ കൺസിസ്റ്റൻസിയോടുകൂടി വർക്ക് ചെയ്തോളൂ RCMൽ. നിങ്ങൾ കാണുന്ന കാക്കയോടും പൂച്ചയോടും ഒക്കെ പറയൂ RCM. ആരോടും പറയൂ RCM. നിങ്ങളുടെ ടീമിലേക്ക് അവരെ ഉൾപ്പെടുത്തൂ. നിങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് വെറും പ്രൊഡക്റ്റ് കൊടുത്ത് തിരിച്ചു പോരാതെ അവരെ നിങ്ങളുടെ ടീമിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യൂ. പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്ത് അവരെ നല്ല ആരോഗ്യം ഉണ്ടാക്കിയ ആളുകൾക്ക് ചില വിപരീത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നാളെ വേറെ ആൾ ചേർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അവിടെ ചിത്രത്തിൽ ഉണ്ടാവില്ല. അതാണ് ചില ആളുകൾ സെയിൽ ചെയ്തിട്ട് ഒരുപാട് പണം ഉണ്ടാക്കും സെയിൽസിലൂടെ. പക്ഷെ നെറ്റ്വർക്ക് എന്നുള്ള ഒരു സംഭവം മറന്നുപോയിട്ട് അപ്പപ്പോൾ കിട്ടുന്ന പണമാണ് സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ MRPക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വരുന്നത്. ആ ഒരു അപ്പത്തെ സന്തോഷം മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അവരെ നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആളുകളെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ സെയിൽസ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞാൽ അറിയാം RCM മണ്ഡലത്തിലേക്ക് വരൂ എന്നൊന്നും പറഞ്ഞാൽ അവർ വരില്ല. അപ്പൊ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ നമ്മളെ വീണ്ടും വാങ്ങിച്ചിട്ട് നമ്മൾ അവരുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിട്ട് ആ ഫാമിലിയുമായിട്ട് നല്ല ബന്ധം
സ്ഥാപിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിത വന്ന് അവരുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട് അവരെ അതിൽ അംഗമാക്കി അവരെയും കൂട്ടി വണ്ടർവേൾഡിൽ വന്നിട്ട് ഓൾ പ്രൊഡക്റ്റ് ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരെ എത്തുമ്പോൾ നമ്മൾ വലിയൊരു ലോകം അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ അതാണ് ലീഡേഴ്സ് പറയുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം, സിസ്റ്റത്തെ ഫോളോ ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യരുത്, ലീഡർ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറയാനുള്ള കാര്യം RCMന്റെ മഹത്വം തിരിച്ചറിഞ്ഞ വ്യക്തി ആദ്യം ആവേശത്തിന് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വർക്ക് ചെയ്യും. അത് ആ ഒരു കടുത്ത ആവേശം തളരുന്ന സമയത്ത് അതോടുകൂടി അയാളുടെ വർക്ക് സ്റ്റോപ്പ് ആവും. പിന്നെ ലീഡറോട് ഞാൻ എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് അയാളുടെ ഈഗോ അയാളെ സമ്മതിക്കില്ല. അങ്ങനെ വളരാതെ അയാളെ തിരിച്ച് അയാളുടെ ജോലിയിലേക്ക് തന്നെ പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അത് കാര്യം ഇതാണ്, ലീഡർ പറഞ്ഞതനുസരിച്ച് അയാൾ കേൾക്കുകയായിരുന്നെങ്കിൽ അയാൾ അതിൽ നിലനിന്നു പോയേനെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലീഡേഴ്സിനെ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതാണ് RCMൽ നമ്മൾ ചെയ്യാനുള്ളത്. ഒരു കഥയും കൂടി പറഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സ്റ്റാർ ആവണം എന്നൊരാൾ പറഞ്ഞില്ലേ, അടുത്ത മാസം ഞാൻ സ്റ്റാർ ആവും എന്ന് പറഞ്ഞ ആളോട് അവിടെയുള്ള വൈഫിൻ്റെ സഹോദരൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നിധി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് കുഴിക്കാൻ വേണ്ടി വന്ന ഒരാൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കഥ. അവിടെ കുഴിച്ച് ഇയാൾ നിധി എടുക്കാൻ നോക്കിയ സമയത്ത് വീട്ടിൽ നിന്ന് ഭാര്യയും വീട്ടുകാരും ഫ്രണ്ട്സും പുറത്തുള്ള നാട്ടുകാരും എല്ലാം വന്ന് ചുറ്റും നിൽക്കുകയാണ്. നിധി കിട്ടിയാൽ കുറച്ചെന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അധ്വാനിക്കുകയാണ് അയാള്. കുറേ അധ്വാനിച്ച സമയത്ത് ഈ ആളുകൾക്കൊക്കെ മടുത്തു. എടാ നിനക്ക് എന്തിൻ്റെ കേടാ, അവിടെ ഒന്നും നിധിയൊന്നും ഇല്ലടോ എന്ന് പറയാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ മെല്ലെ തിരിഞ്ഞു പോയി, അവർക്ക് മടുത്തു. പിറ്റേ ദിവസം കുഴിച്ചു, ഒന്നും ആഴങ്ങനെ കൂടി വരാന്നല്ലാതെ നിധിയൊന്നും കാണുന്നില്ല. അപ്പൊ അടുത്ത ഫ്രണ്ട്സിനെല്ലാം പിറുപിറുത്തുകൊണ്ട് തിരിച്ചുപോയി. അങ്ങനെ ഇയാൾ 3-ാമത്തെ ദിവസം കുഴിച്ചു, 4-ാമത്തെ ദിവസം കുഴിച്ചു, 5-ാമത്തെ ദിവസം കുഴിച്ചു. 5-ാമത്തെ ദിവസമായ സമയത്ത് വൈഫ് പറഞ്ഞു, ഈ മനുഷ്യന് വട്ടാണ്. ഭാര്യയും പിരിഞ്ഞുപോയി. അവസാനം ഇയാൾ ഒറ്റപ്പെടുകയാണ്. ഇയാളിങ്ങനെ കുഴിച്ച് നോക്കിയ സമയത്ത് 7-ാമത്തെ ദിവസവും അതിലൊന്നുമില്ല, 8-ാമത്തെ ദിവസവും അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. അയാൾ നിരാശനായി വീട്ടിലേക്ക് തിരിച്ചുപോയി. എല്ലാവരുടെയും പഴി കേട്ടു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം മറ്റൊരാൾ അതിലെ വരികയാണ്. ഈ കുഴി കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ഇത്രയും വലിയൊരു കുഴി ഇവിടെ? അത് അവിടെ സ്വർണ്ണമുണ്ട്, നമ്മുടെ നിധി ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഒരാൾ വന്ന് കുഴിച്ചതാണ്. എന്നിട്ട് നിധി കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, അയാൾ പോയി, ഒരു വട്ടനായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ഈ വന്ന ചെറുപ്പക്കാരൻ ഇതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യാൻ നോക്കി. ഒരു ജോഗ്രഫിക്കലി ഒരു പഠനമൊക്കെ നടത്തിയ സമയത്ത് അയാൾ പറഞ്ഞു, അയാൾ വിചാരിച്ചു സത്യമാണ്, ഇവിടെ നിധിയുണ്ട്, സംഭവം സത്യമാണ്, നിധിയുണ്ട്. അയാൾ കുഴിച്ചു, ഒരു ദിവസം കുഴിച്ചു, അതിന്റെ ബാക്കിയാണ് കുഴിക്കുന്നത്. 2-ാമത്തെ ദിവസം കുഴിച്ചു നോക്കിയ സമയത്ത് വെട്ടിത്തിളങ്ങുന്ന കുമ്പാരങ്ങളൊക്കെ സ്വർണം, അതുമായിട്ട് അയാൾ പോവാണ്. ഇത് കേട്ടറിഞ്ഞ ഇയാൾ ചിന്തിക്കാൻ, ഇയാളോട് ഒരു സുഹൃത്ത് പറയാം, നിങ്ങൾ 2 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ അല്ലേ? RCMൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഭയങ്കര എഫേർട്ടായിരിക്കും, കുറേ കാലം അതേ വയ്യപ്പ. ഒരിക്കലും നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടുക പിന്നെയാണ്. റിലാക്സ് ചെയ്യുന്ന ഒരു സമയം വരും RCMൽ. കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുന്ന, വളരെയധികം ഫ്രീ ആയി നടക്കുന്ന, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിത യാത്രയിലൂടെ കിട്ടിയ മോട്ടിവേഷൻ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടം വരും നമ്മുടെ ലൈഫിൽ. നമ്മളൊന്ന് ക്ഷമിച്ചാൽ മറ്റേ ആളെ പോലെ ഒരുപാട് കുഴിച്ചിട്ട് ക്ഷീണിച്ച് തിരിച്ചു പോകാതെ എന്ത് ചെയ്താലും അത് കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ട് നമുക്ക് RCMൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.